വെറും 15,000 രൂപ സമ്പാദ്യത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് വിപണിയിൽ ഡിറ്റർജന്റ് മുതൽ സിമന്റ് വരെ നിർമ്മിക്കുന്ന ബ്രാൻഡ് കർസംഭായ് പട്ടേലിൽ നിന്ന് ശതകോടീശ്വരന്റെ സാമ്രാജ്യം. ഒരു കാലത്ത് പാട്ടുകൊണ്ട് നമ്മെ ത്രസിപ്പിച്ച പരസ്യം വാഷിംഗ് പൗഡർ നിർമ്മ. ഈ ജിംഗിൾ പാടാത്തവരും കേൾക്കാത്തവരുമായി ആരും കാണില്ലാലേ. വെളുത്ത ഡ്രസ്സ് അണിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടി, അതായിരുന്നു നിർമ്മയുടെ എക്കാലത്തെയും മാസ്കോട്ട്. വർഷം ഇത്ര കഴിഞ്ഞെങ്കിലും നിർമ്മയുടെ മനോഹരമായ ആ ജിംഗിളും പെൺകുട്ടിയെയും ആരും മറന്നു കാണില്ല. ടെലിവിഷൻ ചരിത്രത്തിൽ മറ്റ് പരസ്യങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ കോളിളക്കം സൃഷ്ടിച്ച പരസ്യം അതായിരുന്നു നിർമ്മയുടേത്. ഇന്ന് വിപണിയിൽ പുതിയ വാഷിംഗ് പൗഡറും പരസ്യങ്ങളും വന്നു പോകുന്നുണ്ടെങ്കിലും മനുഷ്യ മനസ്സുകളിൽ ഇന്ന് നിർമ്മയുണ്ട്. വെറും 15,000 രൂപ സമ്പാദ്യത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് വിപണിയിൽ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ബ്രാൻഡായി നിർമ്മ നിലനിൽക്കുന്നു. നിർമ്മ ഡിറ്റർജന്റ് എന്ന ബ്രാൻഡ് നിർമ്മിക്കുകയും തന്റെ കമ്പനിയെ ഒരു പുതിയ ഉയരത്തിലെത്തിക്കുകയും അതിനെ $1 കോടിക്കണക്കിന് സംരംഭമാക്കി മാറ്റുകയും ചെയ്ത ഒരു ഇന്ത്യൻ ബിസിനസ്സുകാരന്റെ ലോകം. പട്ടേലിന്റെ ഈ വിജയത്തിലേക്കുള്ള യാത്ര അത്ര സുഗമമായിരുന്നില്ല. ഗുജറാത്തിലെ ഒരു താഴ്ന്ന ഇടത്തരം കർഷക കുടുംബത്തിലാണ് കർസംഭായ് പട്ടേൽ ജനിക്കുന്നത്. കെമിസ്ട്രി BSc പൂർത്തിയാക്കി ഒടുവിൽ ഗുജറാത്ത് ഗവൺമെന്റിന്റെ ജിയോളജി ആൻഡ് മൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ലാബ് ടെക്നീഷ്യനായി സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു. ജീവിതത്തിൽ ഉടനീളം കർസംഭായ് പട്ടേലിന് ഒരു സംരംഭകനാകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം സോഡ ആഷും മറ്റ് ചേരുവകളും ചേർത്ത് വില കുറഞ്ഞ ഡിറ്റർജന്റ് പൊടി ഉണ്ടാക്കി പരീക്ഷിച്ചു. ഇവിടെ നിന്നാണ് നിർമ്മയിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഒടുവിൽ 1969 അദ്ദേഹം ഡിറ്റർജന്റിനായുള്ള ഫോർമുല കണ്ടെത്തുന്നു. തന്റെ സംരംഭകനാകാനുള്ള ലക്ഷ്യത്തിനായി അദ്ദേഹം ആകെ ഉണ്ടായിരുന്ന സർക്കാർ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കർസംഭായ് പട്ടേലിന്റെ ഈ ആശയം നിർമ്മ ഗ്രൂപ്പിന് ജന്മം നൽകി. അദ്ദേഹം തന്റെ വീട്ടുമുറ്റത്ത് അലക്ക് സോപ്പ് നിർമ്മിക്കാൻ ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം തന്റെ സൈക്കിളിൽ 1 കിലോയ്ക്ക് 3 രൂപ നിരക്കിൽ ഈ അലക്ക് സോപ്പ് വിൽക്കാൻ തുടങ്ങി. ഇവിടെ നിന്നാണ് പട്ടേലിന്റെ പുതിയ ബിസിനസ് പണിതുയരാൻ തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു വലിയ തിരിച്ചടി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പട്ടേലിന്റെ മകൾ ഒരു ദാരുണമായ കാർ അപകടത്തിൽ മരണപ്പെടുന്നു. ഈ മരണം അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് വിള്ളലുകൾ ഏൽപ്പിച്ചു. എന്നിരുന്നാലും അവിടം കൊണ്ട് തളർന്നില്ല പട്ടേൽ. അദ്ദേഹം മരണപ്പെട്ട മകളുടെ പേരായ നിർമ്മ തന്റെ ഡിറ്റർജന്റ് ബ്രാൻഡിന് പേരായി നൽകുന്നു. തന്റെ ഹൃദയത്തിൽ മകളെ ജീവനോടെ നിലനിർത്താൻ അദ്ദേഹം തന്റെ ബിസിനസ്സിലൂടെ ശ്രമിച്ചു. നിർമ്മ ഡിറ്റർജന്റ് പാക്കറ്റിൽ മകളുടെ ചിത്രീകരണം ഇട്ടുകൊണ്ട് കർസംഭായ് പട്ടേൽ തന്റെ ഉൽപ്പന്നം കിലോയ്ക്ക് 3 രൂപയ്ക്ക് വിൽക്കുന്ന ഒറ്റയാൾ പോരാട്ടം തുടങ്ങി. ആ സമയത്ത് മറ്റ് ഡിറ്റർജന്റ് ഉൽപ്പന്നങ്ങൾ വിറ്റിരുന്നത് കിലോയ്ക്ക് 14 രൂപയ്ക്ക് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 3 രൂപ സ്ട്രാറ്റജി ആളുകളെ ആകർഷിച്ചു. അദ്ദേഹത്തിന്റെ സ്വദേശീയ ഡിറ്റർജന്റ് ബ്രാൻഡ് വളർന്നപ്പോൾ നിർമ്മ ഇന്ത്യയിലെ സ്റ്റാറായി മാറുകയും കർസംഭായ് പട്ടേലിനെ അങ്ങേയറ്റം സമ്പന്നനാക്കുകയും ഫോർബ്സ് പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഇന്ന് നിർമ്മ ഗ്രൂപ്പിന്റെ വിപണി മൂലധനം 4,000 കോടി രൂപയിലധികമാണ്. അതേസമയം കർസംഭായ് പട്ടേലിന്റെ ആസ്തി $2.8 ബില്യൺ.